ധാരാളം യാത്രകൾ ചെയ്യാറുണ്ട്. ഉണ്ട്. ആ യാത്രകൾ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും ശരിക്കും ഇദ്ദേഹം ഒരു ക്യാമറയും പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ നമ്പർ 1 അഡ്വഞ്ചറസ് വ്ളോഗറായി മാറേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് വേണേൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് അഡ്വഞ്ചർ നിറഞ്ഞ ദുരന്ത യാത്രകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദുരന്ത മുഖത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, യുദ്ധമുഖങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ അതെ. 10 places where you should not visit എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട്. അതിൽ മിക്കവാറും സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് പോർട്ട് മോറസ്ബി, പാപ്പുവ ന്യൂഗിനിയിലെ പോർട്ട് മോറസ്ബി, സുഡാൻ, ഗാസ, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഈ സ്ഥലങ്ങളിലെല്ലാം, ഹൈറ്റി ഓഫ് കോഴ്സ്, ഈ സ്ഥലങ്ങളിലെല്ലാം അൺഫോർച്ചുനേറ്റ്ലി പോകേണ്ട ഒരു ആവശ്യകത ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇവര് UN ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് UN പാസ്പോർട്ട്, UN ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ട് കിട്ടും. അപ്പോൾ ഈ UN പാസ്പോർട്ട് വെച്ചിട്ട് ഐ തിങ്ക് യു ക്യാൻ ട്രാവൽ എനിവെയർ വിസ ഫ്രീ, അല്ലേ? ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളും നമുക്ക് വിസ ഫ്രീ ആയിട്ട് ഒഫീഷ്യൽ പർപ്പസിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് എ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കിട്ടുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഇതാണല്ലോ ഒരു അപ്പം അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം ഈ ദുരന്തം നിറഞ്ഞ യാത്രകൾ, ഇപ്പം ഞാൻ കരീബിയൻ യാത്രകൾ പോകുന്ന സമയത്ത് എനിക്ക് ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് പോയപ്പോഴത്തേക്കിനും അതേ ദ്വീപിൽ തന്നെയാണ് ഹൈത്തി ഉള്ളത്. അപ്പോൾ ഹൈത്തിയും കൂടെ പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ നേരത്തെ പരിചയപ്പെട്ടവരൊക്കെ പറഞ്ഞു, നീ ആ പരിസരത്തോട്ടേ പോകണ്ട, നീ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്താ പറയുക തിരിച്ചു വരാൻ ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ ഉള്ള ഇതിൽ ഭയങ്കര പേടിപ്പിച്ചു. അത്രയ്ക്ക് പ്രശ്നമാണോ ഹൈത്തി എന്നൊക്കെ. പിന്നെ ഞാൻ ഹൈത്തിയെ പറ്റിയൊക്കെ നോക്കുമ്പോഴാണ് നമുക്കിവിടെ ഹൈത്തിനെ പറ്റിയുള്ള വാർത്തകളൊന്നും നമുക്കിവിടെ കിട്ടാനില്ലല്ലോ. പിന്നെ നോക്കിയപ്പോഴാണ് ഇത് ശരിയായിരുന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ പോലും ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ സുരക്ഷയെ, ലൈക്ക് നമ്മുടെ സേഫ്റ്റി വലിയൊരു ഫാക്ടർ തന്നെയാണല്ലോ. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ സുരക്ഷയും മറ്റുമൊക്കെ കിട്ടുന്നത്? അതെ, അപ്പോൾ UN എന്നെ പറഞ്ഞല്ലോ, അപ്പോൾ UN ഞങ്ങളുടേതായൊരു പാസ്പോർട്ട് സംവിധാനമുണ്ട്. ആ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ UN ആളുകൾ പോകേണ്ട മിക്കവാറും രാജ്യങ്ങളെല്ലാം അതൊരു വിസ ഫ്രീ ട്രാവലാണ്. അങ്ങനെ അല്ലാത്ത രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ വിസ വേണം. പക്ഷേ അത് വളരെ എളുപ്പത്തിൽ ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുകയും ചെയ്യും. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് ന്യൂയോർക്കിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്. UN ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇവർ റെഗുലറായിട്ട് ഒരു അസസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പോകേണ്ട എല്ലാ സ്ഥലങ്ങളിലും തന്നെ അവർക്കൊരു ഓഫീസുണ്ട്. ഓക്കെ, ഈ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഓഫീസ് ഉണ്ടാവും. ശരി. And every month they are doing an assessment of the situation. Okay. Every time we have to travel to a country. For example, if I have to travel to Haiti, I have to prepare my plan. Then I have to send it to the UN Department of Safety. അപ്പോൾ അവർ നമ്മളുടെ നീഡ് അസസ് ചെയ്യും. നമ്മളവിടെ ചെല്ലേണ്ട ആവശ്യകത എന്താണ് എന്ന് അസസ് ചെയ്യും. അതിനുശേഷം അവർ നമുക്ക് ഒരു ക്ലിയറൻസ് തരും, അല്ലെങ്കിൽ തരില്ല. So, depending upon the situation there. If they give a clearance, then they will also give you a travel advisory. ഈ രാജ്യത്ത് നമ്മൾ ചെന്നാൽ ഉള്ള സാഹചര്യങ്ങൾ എന്താണ്, ആ രാജ്യത്തെ സാഹചര്യം അനുസരിച്ച് ഒരു സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഈ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ വളരെ ലോക്കലി കാലിബ്രേറ്റഡ് ആയിരിക്കും. ഓക്കെ.